21 കുട്ടികളുള്ള വൈറ്റില പൊന്നുരുന്നി ഈസ്റ്റ് 48 നമ്പർ അംഗനവാടിയിൽ 12 കുട്ടികൾക്കും 3 രക്ഷിതാക്കൾക്കുമാണ് രോഗവ്യാപനം ഉണ്ടായത്. വ്യാഴാഴ്ച അംഗനവാടിയിൽ നിന്നും മടങ്ങിയ ശേഷം കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ചിലർക്ക് വയറുവേദനയും മറ്റു ചിലർക്ക് വയറിളക്കവും ഛർദിയും ആയിരുന്നു. ഉടൻ തന്നെ പലരും ആശുപത്രിയിൽ ചികിത്സ തേടി. അംഗനവാടിയിലെ കുട്ടികളുടെ എണ്ണം തീരെ കുറഞ്ഞതോടെയാണ് നാട്ടുകാർ കാര്യം അന്വേഷിച്ചത്. തുടർന്ന് കുടിവെള്ള ടാങ്കും മറ്റും പരിശോധിച്ചപ്പോഴാണ് ടാങ്കിൽ നിന്നും ചത്ത പാറ്റ ഉൾപ്പെടെ കണ്ടെടുക്കാനായത്. ഈ വെള്ളമാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡിൽ നിന്ന് വന്നേക്കണമെന്ന് 100% ഉറപ്പാണ്. ഈ അംഗൻവാടിയിലെ ആയക്കും ഇതേപോലെ തന്നെ വയറ്റിളക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ മെഡിക്കൽ സെൻ്ററിൽ ഡോക്ടർമാരെ കാണിച്ചെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തെ കാര്യം അറിയിച്ചതോടെ ടാങ്കിലെ ജലം പരിശോധനയ്ക്കെടുത്തു. ടാങ്കിൽ നിന്നുള്ള വെള്ളമായിരുന്നു. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ പാറ്റ പ്രാണികളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടാണ്. മുകളിൽ ഹെൽത്ത് ഓഫീസറുണ്ട്, അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും കൂടെ എടുക്കുകയാണ്, ഒഫീഷ്യലി എടുക്കുകയാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയട്ടെ. സംഭവം അറിഞ്ഞ വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തി. കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും കുറച്ച് പേരും ഇതേ സെയിം സിംറ്റംസ് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ നിന്നാണോ എന്നറിയാൻ വേണ്ടി സാമ്പിൾ എടുത്തിട്ടുണ്ട്. സമീപത്തെ തോട് മാലിന്യം നിറഞ്ഞു നിൽക്കുന്നു. തോട്ടിൽ എലി ചത്ത് കിടപ്പുണ്ട്. ഈ മാലിന്യ കൂമ്പാരത്തിലെ ദുർഗന്ധം വഹിച്ച് വേണം കുട്ടികളിരിക്കാൻ. കുറച്ച് ദിവസങ്ങൾ കിടക്കുമ്പോൾ തന്നെ മണവും. അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്യുമെന്ന് പറയാണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇതേ പുഴുക്കൾ വന്നുണ്ട്. ഇതുണ്ട്, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കുളിച്ച തോടാണ്. ആയി കണ്ടീഷനായിപ്പോൾ. കുരുന്ന് കുട്ടികൾ പഠിക്കുന്ന അംഗനവാടി. ഈ അംഗനവാടിയോട് ചേർന്നാണ് ഈ കാണുന്ന തോട്. ഈ തോട്ടിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ. അതിനോട് ചേർന്ന് ഒരു കാട്. ആ കാടിൽ നിന്ന് ഇഴജന്തുക്കൾ അംഗനവാടിയിലേക്ക് കയറിയാലും വലിയ അതിശയമൊന്നുമല്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഉടനടി കാണണം. ബിനു പാവമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.